ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കണ്ടുപിടിച്ചിരിക്കുന്നു, മഹാ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നുള്ള പ്രതിസന്ധി, ആ പ്രതിസന്ധിയുടെ കാരണം എന്ത് എന്നുള്ളത് കേന്ദ്ര സർക്കാർ ഒരുപാട് പാടുപെട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. യോഗി ആദിത്യനാഥ് അത് തുറന്നു പറഞ്ഞിരിക്കുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ കാരണം എന്താണ്? മഹീന്ദ്രയും മാരുതിയും അടങ്ങുന്ന കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ തകർച്ചയുടെ വക്കിലേക്ക് പോകാനുള്ള കാരണം എന്താ? വ്യക്തമായ ഉത്തരങ്ങൾ പൊതുജനങ്ങൾക്കറിയാമെങ്കിൽ പോലും എജാതി ന്യായീകരണമെന്ന് പലരും ചോദിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ഉത്തരമാണ് അന്തർദേശീയ ഹിന്ദു യോഗത്തിൽ വെച്ച് യോഗി ആദിത്യനാഥ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. മുംബൈയിലാണ് ഈ തുറന്നു പറച്ചിൽ നടന്നിരിക്കുന്നത്. എന്തായാലും അത് നമ്മൾ കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക തകർച്ചയ്ക്കും ഇന്നുള്ള പ്രതിസന്ധിക്കുമൊക്കെ കാരണം ബ്രിട്ടീഷുകാരും മുഗളരുമാണ് പോലും. ബ്രിട്ടീഷുകാരും മുഗളരുടെയും കടന്നുവരലിലൂടെ ഒരുപാട് പ്രതിസന്ധിയിലോട്ട് നമ്മുടെ രാജ്യം കടന്നുപോയി. ആ പ്രതിസന്ധിയുടെ കാരണമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക മാന്ദ്യം എന്നാണ് യോഗി ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനെ ഏറ്റുപിടിക്കാനും ആളുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലാണല്ലോ എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യോഗി പറഞ്ഞില്ലേ അതിൻ്റെ കാരണം? അത് ബ്രിട്ടീഷുകാരും മുഗളരുമാണ്. അതുകൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ മെക്കിട്ട് ചൊറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരും വരരുത്. കാരണം കേന്ദ്ര സർക്കാർ അല്ല ഇതിൻ്റെ കാരണം, ബ്രിട്ടീഷുകാരും മുഗളരുമാണ്. അവരല്ലേ നമ്മുടെ ഇന്ത്യയെ കടന്നാക്രമിച്ചത്. ബ്രിട്ടീഷുകാരല്ലേ നമ്മുടെ ഇന്ത്യയിൽ ആധിപത്യമുണ്ടാക്കിയത്. അവരൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ഇല്ലാതാക്കിയത്. ആ തകർച്ചയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ് യോഗി ആദിത്യനാഥിൻ്റെ ഈ വാദത്തെ മുന്നിൽ നിർത്തി സംഘപരിവാർ ന്യായീകരിക്കാൻ വേണ്ടി പോകുന്നത്. എന്തൊരു അവസ്ഥയാണ്! യോഗി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. ചെറിയ സംഭവമല്ല. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ വിടുവായിത്തരം വിളിച്ചു പറയുന്നതിൽ എന്താണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? എന്തൊരവസ്ഥയാണ്! രാജ്യത്തിൻ്റെ സാമ്പത്തിക തകർച്ചയെക്കുറിച്ച് ഒരാൾ പറയുന്നത് ഇങ്ങനെയാണ്. അത് എവിടം വരെ എത്തി അതിൻ്റെ തീക്ഷ്ണത? നമ്മളൊക്കെ വലിയ അർത്ഥത്തിൽ നോക്കിക്കാണേണ്ട ഒരു വലിയ വിഷയം. പക്ഷേ അതിനേക്കാളും വലിയ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ മണ്ടത്തരം വിളിച്ചു പറയുമ്പോൾ പോലും അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ ഏറ്റുപിടിക്കാൻ ഇവരുടെ വോട്ട് ബാങ്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് വേണ്ടി അനുകൂലമായി വോട്ട് ചെയ്യുന്നവർ ഇവർ പറയുന്നതാണ് സത്യമെന്ന ഒരു ചിന്താഗതിയിലേക്ക് കടന്നുപോയി. അതിൻ്റെ കാരണം പ്രതിപക്ഷത്തിൻ്റെ തകർച്ചയാണ്. എന്തായാലും യോഗി ആദിത്യനാഥ് തുറന്നു പറഞ്ഞ കാര്യം, സാമ്പത്തിക തകർച്ചയുടെ കാരണം മുഗളരും ബ്രിട്ടീഷുകാരും എന്നുള്ളത് അന്തർദേശീയ മാധ്യമങ്ങൾ കേൾക്കാതിരിക്കട്ടെ. കാരണം കേട്ടുകഴിഞ്ഞാൽ രാജ്യത്തെ തന്നെ വിലയിരുത്തും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.